ജീവിതത്തിൽ ഒരുപാട് സാധ്യതകളുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ നമ്മുടെ ജീവിതത്തിന് ഏറ്റവും അനുയോജ്യമെന്ന് തോന്നുന്ന ഒരു സാധ്യതയായിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കാറുള്ളത്. ഒരുപാട് സാധ്യതകൾ വരുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ടോ? എങ്കിൽ വിശുദ്ധ അൽഫോൻസാമ ചെയ്തിരുന്ന ഒരു ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മൾ ആത്മാർത്ഥമായിട്ടൊരു വ്യക്തിയെ സ്നേഹിക്കുകയാണെങ്കിൽ നമ്മൾ ആ വ്യക്തിയെ പോലെ ചിന്തിക്കും, ആ വ്യക്തിയെ പോലെ പ്രവർത്തിക്കും, ആ വ്യക്തിയുടെ സാധ്യതകളിലേക്ക് നമ്മുടെ സാധ്യതകളെ ചേർത്ത് വെച്ച് അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും. അങ്ങനെ വിശുദ്ധ അൽഫോൻസാമയ്ക്കും ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അത് നമ്മുടെ ഈശോയായിരുന്നു. ഒരു കരണത്തടിക്കുന്നവന് മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കാൻ, 1 മൈൽ ദൂരം സഞ്ചരിക്കുന്നവനോട് കൂടെ 2 മൈൽ ദൂരം സഞ്ചരിക്കാൻ, 70 പ്രാവശ്യം നിരുപാധികം ക്ഷമിക്കാൻ, ഉടുപ്പ് കരസ്ഥമാക്കാൻ വരുന്നവർക്ക് മേലങ്കി കൂടി കൊടുക്കാൻ പറഞ്ഞ നമ്മുടെ ഈശോ തന്നെ. വിശുദ്ധ അൽഫോൻസാമ തിരഞ്ഞെടുത്ത സാധ്യതകളെല്ലാം ഈശോയുടെ വചനങ്ങളായിരുന്നു, വിശുദ്ധമായ സാധ്യതകളായിരുന്നു. അൽഫോൻസാമയുടെ ചരമപ്രസംഗത്തിൽ റോമുളൂസ് അച്ഛൻ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു സിനിമാ താരം, മികച്ച ഒരു സാഹിത്യ പ്രവർത്തക, ഒരു രാഷ്ട്രീയ പ്രവർത്തക, ഒരു എഴുത്തുകാരി എന്നീ നിലകളിലൊക്കെ ശ്രദ്ധിക്കപ്പെടാമായിരുന്ന ഒരു കന്യാരത്നത്തിന്റെ മൃതസംസ്കാര ശുശ്രൂഷയിലാണ് നാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മഠത്തിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ആരാലും അറിയപ്പെടാതെ ജീവിച്ച് സഹനത്തെ വീരോചിതമായി ജീവിച്ചുകൊണ്ട് അവൾ തന്റെ വിശുദ്ധമായ സാധ്യതകളെ അതിന്റെ പൂർണ്ണതയിലെത്തിച്ചു. ഇതിനെയും ഉദാഹരണങ്ങൾ അവളുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് കണ്ടെത്താവുന്നതേ ഉള്ളൂ. രോഗിണിയായി കട്ടിലിൽ കിടക്കുമ്പോഴും മറ്റ് സഹോദരിമാരെ സഹായിക്കുന്നതിനും മഠത്തിൽ പ്രവേശിക്കുന്നതിനായി അനുവാദം ലഭിക്കുവാൻ വേണ്ടി കാല് പൊള്ളിച്ചതുമൊക്കെ ഈ സാധ്യതകളുടെ പൂർത്തീകരണമായി നമുക്ക് കണ്ടെത്താനാവുന്നതല്ലേ? ഇതിനൊക്കെ അൽഫോൻസാമയെ പ്രേരിപ്പിച്ചത് ഈശോയോടുള്ള സ്നേഹം മാത്രമാണ്. ആ സ്നേഹത്താൽ നിർബന്ധിക്കപ്പെട്ടപ്പോൾ വേറിട്ട വഴികളിലൂടെയും വേറിട്ട ചിന്തകളിലൂടെയും അൽഫോൻസാമ തന്റെ സാധ്യതകളെ വിശുദ്ധിയുടെ പരമോന്നതയിൽ എത്തിച്ചു. വേറിട്ട ഈ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ക്രിസ്തു സ്നേഹം വിശുദ്ധമായ സാധ്യതകൾ തിരഞ്ഞെടുക്കുവാൻ അൽഫോൻസാമയെ നിർബന്ധിക്കുമ്പോൾ അവൾക്ക് സ്വാഭാവികമായ ചായ്വുകൾ ഇല്ല എന്ന് നിങ്ങൾ കരുതരുത്. ബഹുമാനപ്പെട്ട ലൂവീസ് അച്ഛൻ എഴുതിയ കത്തുകളിൽ അവൾ നിരന്തരം ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. തന്റെ സ്വാഭാവികതയെ ജയിക്കുവാനും അതിനോട് പോരാടുവാനും അവൾ നടത്തുന്ന പരിശ്രമങ്ങൾ കുറിച്ചു വെക്കുമ്പോൾ നാം ഇതിൽ നിന്നും കണ്ടെത്തുന്നത് വിശുദ്ധ അൽഫോൻസാമ എങ്ങനെയാണ് ഈ സാധ്യതകളെ ജീവിച്ചത് എന്നാണ്. വിശുദ്ധ അൽഫോൻസാമയെ പോലെ വേറിട്ട വഴികളിലൂടെ വേറിട്ട ചിന്തകളിലൂടെ ഈശോയുടെ വിശുദ്ധമായ സാധ്യതകളെ കണ്ടെത്തുവാൻ, ആ സാധ്യതകൾക്ക് ജീവിതം കൊണ്ട് അർത്ഥം നൽകുവാൻ നിങ്ങൾക്കും ആഗ്രഹമില്ലേ? ഈശോ നിങ്ങളെ ക്ഷണിക്കുമ്പോൾ ആ സാധ്യതകൾക്ക് ഉത്തരം നൽകുവാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾക്കേവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.